ഹലോ കൂട്ടുകാരെ, ചൂട, കൊഴുവ, നെത്തോലി എന്നൊക്കെ പറയുന്ന ആ മീനുണ്ടല്ലോ, അതെല്ലാവരും ചൂട പീര വെച്ച് കഴിക്കാറുണ്ട്, വറുത്ത് കഴിക്കാറുണ്ട്, കറി വെച്ച് കഴിക്കാറുണ്ട്. വറുത്തരച്ച് കഴിച്ചിട്ടുണ്ടോ? അതും തേങ്ങയൊന്നും ചേർക്കാതെ. അപ്പോൾ ഒന്ന് കണ്ടാലോ, ബാ. അപ്പോൾ തേങ്ങ ചേർക്കാതെ തന്നെ നല്ല വറുത്തരച്ച രുചിയിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4-5 കഷ്ണം നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അരിയേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുവാണ്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് പുളിയുള്ള തക്കാളിയാണ്, ഒരുപാട് പുളിയില്ല, എന്നാലും ചെറിയൊരു പുളിപ്പ് ഉള്ള തക്കാളിയാണ് കേട്ടോ, നാടൻ തക്കാളിയാണ്. അതൊരു 2 തക്കാളി, ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പീസായിട്ട് തന്നെ ഇട്ടാൽ മതി. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണേ. വെന്ത് നല്ലതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനകത്ത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയാൽ മതി. വഴറ്റിയതിന് ശേഷം നമുക്കത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് കറിവേപ്പില ചേർക്കുന്നില്ല, അല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കത് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ചട്ടിയിൽ തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളും ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ പൊടികളുടെ ഇതൊന്നും കഴുകി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വേറൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് അടുത്തത് തുടങ്ങാം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4-5 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയുടെയൊക്കെ നിറമൊക്കെ മാറി നല്ലൊരു കളറായിട്ട് വരും. ഇപ്പം ഞാൻ അതിനകത്ത് പൊടിയുടെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ കളറൊക്കെ മാറിയത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിനുശേഷം അതിനകത്തേക്ക് എരിവിനുള്ള പച്ചമുളക് ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചുമ്മാ ഒന്ന് കീറിയിട്ടിട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ ആറാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ ഉള്ളിക്കൂട്ടുണ്ടല്ലോ, അത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ അരച്ചെടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, നമ്മൾ തക്കാളിയുടെയൊക്കെ വെള്ളം അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതും കൂടി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ മിക്സിയിൽ അരച്ച അതിനകത്ത് തന്നെ കഴുകി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇതിന് ചാറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നല്ല കുറുകിയ ചാറോട് കൂടി മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ കുടംപുളി ഇഷ്ടമുള്ളവർ കുടംപുളി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് ആവശ്യമുള്ള വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ നാട്ടിലും പുളിക്ക് ഓരോ വ്യത്യാസം ഉണ്ടാവും പുളിയുടേത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാറിന് വേണ്ടിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ച്, മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി പുരട്ടി വെച്ചതാണ് കേട്ടോ. ഒരുപാട് ഉപ്പ് പുരട്ടി വെച്ചിട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി പുരട്ടി വെച്ച നമ്മുടെ കൊഴുവ. ഇത് ഓരോ നാട്ടിലും ഓരോ പേരാണ്. അത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇതിന് നെത്തോലി എന്ന് പറയും, പിന്നെ കൊഴുവ, ചൂട എന്നൊക്കെ പറയാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു തിള വരുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. നല്ലൊരു മീൻകറിയുടെയൊക്കെ മണം വരും. നമ്മുടെ ചൂടയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്തോറും ഇതിന് ടേസ്റ്റ് കൂടും. അത്രയേ ഉള്ളൂ. നമ്മുടെ കൊഴുവ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്, അത് തേങ്ങയില്ലാതെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ പോലെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.